നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത പ്രസവം, അമ്മയും കുഞ്ഞും മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. ചേലക്കരയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്ക്. തൃക്കൂർ പഞ്ചായത്ത് കൃഷിഭവൻ കർഷക സഭയുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൊടകര GNBHSSൽ ഉയരെ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവം, അമ്മയും കുഞ്ഞും മരിച്ചു. യുവതിക്കൊപ്പം കൂടെയുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. തൃപ്രയാർ എടമുട്ടം സ്വദേശി ജ്യോതിയാണ് മരിച്ചത്. തൃശൂർ നഗരത്തിലെ വെളിയന്നൂരിലുള്ള ലോഡ്ജിലാണ് സംഭവം. 27-ന് ഉച്ചയ്ക്ക് 2:30-യോടെയാണ് ഗർഭിണിയായ യുവതി ലോഡ്ജിൽ മുറിയെടുത്തത്. മുറിയെടുക്കുമ്പോൾ കൂടെ പാവറട്ടി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച മുറിയുടെ വാതിൽ തുറക്കാതായതോടെ ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് പ്രസവത്തിനിടെ മരിച്ച നിലയിൽ യുവതിയെയും കുട്ടിയെയും കണ്ടെത്തിയത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേലക്കരയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്ക്. ബസ് കാത്തുനിന്നിരുന്ന 2 പേർക്കും ബസ്സിലുണ്ടായിരുന്ന 3 പേർക്കുമാണ് പരിക്കേറ്റത്. സംസ്ഥാന പാതയിൽ കായാമ്പൂവം ബസ് സ്റ്റോപ്പിലാണ് അപകടം. കായാമ്പൂവം ഇറങ്ങി വരുന്നതിനിടെ മഴ മൂലം നിയന്ത്രണം നഷ്ടമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അമൃതവല്ലി, റെജി ജോർജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിഷ ഡേവിസ്, സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിഭവൻ സ്റ്റാഫ് അംഗങ്ങൾ, കൃഷിഭവൻ കമ്മിറ്റി അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പൊതുസഭയും ഞാറ്റുവേല ചന്തയും കൂടി ഒരുമിച്ച് വച്ചത് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഞാറ്റുവേല ചന്ത എത്രയും വേഗം തുടങ്ങുമെന്ന് വിചാരിച്ച് പല കർഷകരും താഴത്ത് വന്നിരുന്നു പല സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. പക്ഷെ നമുക്കിത് കഴിയാതെ കണ്ട് അത് കൊടുക്കണ്ടെന്ന് നമ്മൾ മുമ്പ് ADC തീരുമാനിച്ചിരുന്നു. അപ്പം എന്തായാലും കർഷക സഭയിൽ നമുക്കുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാൻ പലർക്കും. നമ്മൾ ഈ വർഷത്തെ പദ്ധതികളുടെ ഒരു പൂർണ്ണ രൂപം കൃഷി ഓഫീസറോട് പറയും. എല്ലാ വർഷവും നമ്മൾ കൃഷി ഓഫീസറും അതുപോലെ തന്നെ അതായത് വർക്കിംഗ് ഗ്രൂപ്പും നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഓരോ വർഷവും നമ്മൾ ഓരോ പദ്ധതികൾ വയ്ക്കാറ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ വീണ്ടും അപകടം. പുഴയിലേക്ക് ഒഴുകിപ്പോയ 58 വയസ്സുകാരനെ ചാലക്കുടി അഗ്നിരക്ഷാസേനാ സംഘം സാഹസികമായി രക്ഷപ്പെടുത്തി. മേലൂർ 1-ാം വാർഡ് സ്വദേശിയായ വെള്ളാച്ചേരി വീട്ടിൽ വി ഗിരിജനാണ് അപകടത്തിൽപ്പെട്ടത്. കൂടപ്പുഴ ഭാഗത്തു നിന്ന് മേലൂർ ഭാഗത്തേക്ക് തടയണയിലൂടെ നടക്കുന്നതിനിടെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടാണ് ഇയാൾ പുഴയിലേക്ക് ഒഴുകിപ്പോയത്. സംഭവ സമയത്തുണ്ടായ ശബ്ദം കേട്ട് കൂടപ്പുഴ അമ്പലത്തിലെ പൂജാരി പ്രദീപ് ശർമ്മ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ചാലക്കുടി അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ ജ്യോതിയും സംഘവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ഗിരിജനെ പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സ്കൂബ ഡൈവർ അനിൽ മോഹനും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TD ദീപുവുമാണ് പ്രധാനമായും രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തത്. SI ആദർശ്, റെജി S വാര്യർ, K അരുൺ, അഖിൽ R നായർ, VN അരുൺ, സൂരജ് കുമാർ, വിൻസി ഡേവിസ്, സിവിൽ ഡിഫൻസ് സംഘം S ജോമോൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. രക്ഷപ്പെടുത്തിയ ആളെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി.
കുറുമാലിപ്പുഴയിലെ മാന്നാങ്കുഴി റെഗുലേറ്റർ പാലത്തിന് സമീപത്തെ കടവിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീ ഒഴുക്കിൽപ്പെട്ടപ്പോൾ സാഹസികമായി രക്ഷപ്പെടുത്തി യുവാക്കൾ. തൊട്ടിപ്പാൾ പള്ളം സ്വദേശിയായ 55-കാരിയായ ശാന്തിയെയാണ് തൃപ്രയാർ ചിറക്കൽ സ്വദേശികളായ പൊന്നാപ്പുള്ളി സന്ദീപും പേരൂത്ത് രജീഷും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയാണ് സംഭവം. പാലത്തിന് സമീപത്തെ കടവിൽ കുളിക്കുന്നതിനിടെ ശാന്ത ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു. ഇവരുടെ നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്ന സന്ദീപും രജീഷും പുഴയിലിറങ്ങി ശാന്തയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ആദ്യം സന്ദീപാണ് പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിനിടെ മരണവെപ്രാളത്തിൽ ശാന്ത സന്ദീപിനെ വെള്ളത്തിൽ താഴ്ത്തുകയായിരുന്നു. ഇതുകണ്ട് രജീഷ് പുഴയിൽ ചാടി കരയിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. ചിറക്കലിൽ നിന്ന് 6-അംഗ സംഘമാണ് മാനാംകുഴി ഷട്ടർ കാണാനെത്തിയത്. ഉല്ലാസയാത്രയ്ക്കിടയിൽ ഒരു ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് സന്ദീപും രജീഷും. ചാലക്കുടി മേലൂർ കുന്നിൽ കിണറ്റിൽ വീണ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. മേലൂർക്കുന്ന് സ്വദേശി സൈന, മകൾ 6 വയസ്സുകാരി അന്ന എന്നിവരാണ് കിണറ്റിൽ വീണത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസി ജോഷി കിണറ്റിലിറങ്ങി കയറിട്ടുകൊടുത്ത് കയറിൽ ഇരുവരെയും പിടിച്ചു നിർത്തി. ഉടൻ വിവരം ചാലക്കുടി അഗ്നിരക്ഷാസേനയെ അറിയിക്കുകയായിരുന്നു. ചാലക്കുടി അഗ്നിരക്ഷാസേന എത്തി നെറ്റ് ഉപയോഗിച്ച് ഇരുവരെയും കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അമ്പല്ലൂർ SCB പ്രസിഡന്റ് വർഗീസ് ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. KSSPU യൂണിറ്റ് പ്രസിഡന്റ് PM ഹനീഫ അധ്യക്ഷനായിരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വർഗീസ് ആന്റണി അനുമോദിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ നവാഗതരായ അംഗങ്ങളെ സ്വീകരിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗീതാലക്ഷ്മിയെ ചടങ്ങിൽ അനുമോദിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K ബാലകൃഷ്ണ മേനോൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ MK ശാന്തകുമാരി, KO പൊറിഞ്ചു, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, ബ്ലോക്ക് ട്രഷറർ TA വേലായുധൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് P ശിവദാസ്, യൂണിറ്റ് സെക്രട്ടറി ഫ്രാങ്കോ ജോർജ് മഞ്ഞളി, ട്രഷറർ CN വിദ്യാധരൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് EM സദാനന്ദൻ, ബ്ലോക്ക് സാംസ്കാരിക കൺവീനർ റൈസൽ പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉപരി നിങ്ങളെ ആദരിക്കുക, നിങ്ങളുടെ സേവനം, നിങ്ങളുടെ സാന്നിധ്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ പലരും പറഞ്ഞു, നമ്മുടെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചും DA കുറിച്ചും പറഞ്ഞു. അതിനേക്കാൾ ഉപരി നമ്മൾ ഇങ്ങനെ കണ്ട് ഇതിൻ്റെ അകത്ത് പ്യൂൺ മുതൽ എഞ്ചിനീയർ വരെയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പ്യൂൺ മുതൽ HM വരെയുള്ള ആൾക്കാർ, പ്രിൻസിപ്പൽ വരെ ഉണ്ടാവും അല്ലേ. ഇവരെ ഇടയ്ക്ക് സ്കൂളുകളിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ കൈ നിറച്ച് പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്ന അധ്യാപകരും മറ്റ് ജീവനക്കാരും പെൻഷൻ പറ്റിയിട്ടും വീണ്ടും അതിനാവിധം പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും സംസ്ഥാന സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരായാലും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുമ്പോൾ നിങ്ങൾ TV ചാനലിലെ ചർച്ച കണ്ടിരിക്കും. ചർച്ചകളിലൊക്കെ ചിലര് ക്രൂരമായിട്ട് ആക്രമിക്കും. എന്താ കാരണം, പെൻഷൻകാരാണ് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പ്രധാന കാരണം. എന്താ കാരണം എന്നുണ്ടെങ്കിൽ 77% പൈസ ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും അല്ലെ ബജറ്റ് വരുമ്പോഴാണ് നമ്മൾ KPSTക്കാരും ഇവരൊക്കെ വന്നിരുന്നു. പിന്നെ നോക്കുമ്പോ സൗദ് മാഷ്, അതുപോലെ കുട്ടപ്പ മാഷൊക്കെ എന്നെ കൊച്ചിയിലെ പഠിപ്പിച്ചതാണ്. പിന്നെ ഫ്രാങ്കോ മാഷ് സ്കൂളിൽ നിന്ന് പറയാണ്, നീ ഒരു ദിക്കിലും പോകരുത്, ഇതിലേക്ക് എല്ലാം വരണം. അങ്ങനെ വന്നപ്പോ ശരിക്കും റിട്ടയർ ചെയ്യണത് പിറ്റേ ദിവസം എത്തിയില്ലേ. അങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത്. എന്തായാലും വലിയൊരു സംഭവം എന്ന് പറയണേ, അമ്മപ്പോഴും ഈ
സംഘടനയിലുണ്ട്. അതുപോലെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ ഇതിലുണ്ട്. രണ്ടുപേരും കൂടി വന്ന് എൻ്റെ അംഗത്വം സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, വരാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ദൈവത്തിന്റെ സഹായം കൊണ്ടോട് കുട്ടികളിലെ സർഗ്ഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും അതുവഴി അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ നടപ്പിലാക്കിയ ടാലന്റ് ലാബ് പദ്ധതി ശ്രദ്ധേയമാകുന്നു. അവധി ദിവസങ്ങളിൽ 4 മുതൽ 6 മണിക്കൂർ വരെ സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്ന കുട്ടികൾ പഠനത്തിലും മറ്റ് കാര്യങ്ങളിലും പിന്നിലാകുന്നുവെന്ന രക്ഷിതാക്കളുടെ നിരന്തര പരാതിയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകരെ എത്തിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പഠന സമയം കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങൾ അവരുടെ സർഗാത്മക വൈഭവം പ്രകടിപ്പിക്കാനുതകുന്ന പ്രവർത്തനങ്ങൾ നൽകുകയാണ് ആദ്യപടിയായി ചെയ്തത്. സ്കൂളിൽ ഈ വർഷം ആരംഭിച്ച ടാലന്റ് ലാബ് പദ്ധതിയിലൂടെയാണ് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ മാതൃക ഒരുക്കാനാണ് ആദ്യമായി കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയത്. നിരവധി കുട്ടികളാണ് തെർമോക്കോളിലും പേപ്പറിലും മറ്റ് പാഴ്വസ്തുക്കളിലുമായി ഫിഫ ലോകകപ്പിൻ്റെ മാതൃകകൾ തീർത്തത്. ആദ്യ പ്രവർത്തനം വിജയകരമായതോടെ അധ്യാപകരും കുട്ടികളും ആവേശത്തിലായി. പിന്നീട് ബോട്ടിൽ ആർട്ടിലാണ് കുട്ടികൾ തങ്ങളുടെ സർഗാത്മക വൈഭവം പുറത്തെടുത്തത്. ഇപ്പോൾ ഓരോ ആഴ്ചയിലെയും പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കുട്ടികളെന്നും സ്ക്രീൻ ടൈം കുറഞ്ഞതിൽ മാതാപിതാക്കളും ഹാപ്പിയാണെന്ന് പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി പറഞ്ഞു. ഈ അധ്യയന വർഷം കുട്ടികൾക്ക് ടാലൻറ്റ് ലാബ് എന്നുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾക്ക് കുറച്ച് വർക്കുകൾ കൊടുക്കുന്നത്. കൂടുതൽ സമയം കുട്ടികൾ ഒഴിവ് ദിവസങ്ങളിൽ മൊബൈലിൻ്റെ പിന്നാലെയാണെന്നാണ് മാതാപിതാക്കളുടെ ഒരു പരാതി. അപ്പം അതിനെ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളൊരു ചിന്തയാണ് ടാലൻറ്റ് ലാബ് എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ ഞങ്ങൾ വന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കുട്ടികൾക്ക് ഒരു വിഷയം കൊടുക്കുകയാണ്. അവരുടെ ക്രിയാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വെള്ളിയാഴ്ച ഒരു പ്രവർത്തനം കൊടുത്തു കഴിഞ്ഞാൽ ശനിയും ഞായറും ഒരു ഒഴിവുള്ള സമയത്ത് അതിരുന്ന് ചെയ്യും. അതിനുശേഷം തിങ്കളാഴ്ച ഇവിടെ കൊണ്ടുവന്ന് അത് പ്രദർശിപ്പിക്കും. ഏറ്റവും നല്ലതിന് UPയും ഹൈസ്കൂളും തലത്തിൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പാരൻസിൻ്റെ ഒരു അഭിപ്രായം അവർ കുട്ടികൾ മൊബൈലിൽ നിന്നൊക്കെ മാറി ഒരു കൂടുതൽ സമയം ഇതിനു വേണ്ടി ശ്രമിക്കുകയാണെന്നാണ്. കുട്ടികളുടെ മികച്ച സൃഷ്ടികൾക്ക് ഓരോ ആഴ്ചയിലും സമ്മാനങ്ങളും നൽകുന്നുണ്ട്. ഇതോടെ മത്സരബുദ്ധിയോടെയാണ് ഓരോ വിദ്യാർത്ഥികളും സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മാനസികോല്ലാസം കണ്ടെത്തുന്നതിനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതായി വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഈ വർക്കൊക്കെ തരുന്നത്. പിന്നെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനാണ് വർക്കൊക്കെ. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്കൂളിൽ സമ്മാനം കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഓരോന്ന് ഭംഗിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭംഗിയായിട്ടുണ്ടാകുമ്പോൾ കുറേ സമയങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് നമ്മൾ സമ്മാനമൊക്കെ ചെമ്പ് തരുന്നുണ്ട്. ഒഴിവ് സമയങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും. ടാലൻറ്റ് ലാബിൻ്റെ പ്രവർത്തനങ്ങൾ HM ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടാവുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. പിന്നെ ഞാൻ അടുത്ത എന്തായിരിക്കും എന്നുള്ള പ്രതീക്ഷ, സർപ്രൈസാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുള്ള ഇതിലാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ പറ്റി. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചിത്രകലാധ്യാപിക രമ്യ A. ശശിധരൻ്റെ നേതൃത്വത്തിലാണ് സർഗാത്മക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ്, സ്പോർട്സ് തുടങ്ങി പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ സർഗാത്മക ലഹരി പടർത്തുകയാണ് അധ്യാപകരുടെ ലക്ഷ്യം. ലോകം മുഴുവൻ കാൽപന്തിൻ്റെ ലഹരിയിലാണ്. ഇത്തരത്തിലൊരു സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കാനാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതെങ്കിൽ എനിക്ക് ഈ സ്വർണ്ണക്കപ്പ് ലഭിച്ചത് ചെങ്ങാലൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നാണ്. ഇവിടുത്തെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ആൻഡ്രോസിൻ്റെ സൃഷ്ടിയാണ് ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ മാതൃക. ഇത്തരത്തിൽ നൂറുകണക്കിന് കപ്പുകളും ഒപ്പം ബോട്ടിൽ ആർട്ടുകളുമാണ് ഇവിടുത്തെ കുട്ടികൾ തീർത്തിരിക്കുന്നത്. തീർച്ചയായും സ്കൂളിൽ ഈ വർഷം ആരംഭിച്ച ടാലൻറ്റ് ലാബിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കുട്ടികളുടെ അവധി ദിവസങ്ങളും ഒഴിവ് സമയങ്ങളും സർഗാത്മക വൈഭവം പ്രകടമാക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റുക എന്ന അധ്യാപകരുടെ ഒരു ഉദ്ദേശമാണ് കുട്ടികൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടികളുടെ സർഗാത്മക ലഹരി പടരട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
കൊടകര GNBHSൽ SSLC പരീക്ഷയിലും അക്കാദമിക് കലാ കായിക സാമൂഹിക മേഖലകളിലും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി ഉയരെ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KG ഡിക്സൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിജയികളെ അനുമോദിച്ചു. പരിപാടിയുടെ ഭാഗമായി BLM സൊസൈറ്റിക്ക് വേണ്ടി അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുമിത്ത്, കൊടകര ബ്രാഞ്ച് കോർഡിനേറ്റർ KV ബിജുവും 1993 SSLC പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും ചേർന്ന് പുതിയ ക്ലാസ് മുറികളിലേക്കുള്ള സൗണ്ട് സിസ്റ്റം സ്കൂളിന് സമർപ്പിച്ചു. വിദ്യാലയത്തിലെ ഫുട്ബോൾ പരിശീലകൻ MS സുജിത്ത, ക്രിക്കറ്റ് പരിശീലകൻ നീരജ് മോഹനൻ എന്നിവരെ ആദരിച്ചു. കൊടകര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ സ്വപ്ന സത്യൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ DS അഭിലാഷ്, കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ മിനിദാസൻ, PTA പ്രസിഡന്റ് CL ജോജു, MPTA പ്രസിഡന്റ് P മിഷ, SMC ചെയർമാൻ NV സജീവൻ, പ്രധാനാധ്യാപിക ജിഷ മാത്യു, സ്റ്റാഫ് സെക്രട്ടറി സിജി ഫിലോ, MV ആദിത്യൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ആണ് ലഹരി എന്ന സന്ദേശമുയർത്തി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം സിജു പയ്യപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കര സ്കൂൾ PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ കായികാധ്യാപകൻ ഡോക്ടർ സുധീർ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. VHSC പ്രിൻസിപ്പൽ R രാജലക്ഷ്മി, NSS യൂണിറ്റ് കോർഡിനേറ്റർ KR സിനി തുടങ്ങിയവർ സന്നിഹിതരായി. മത്സരത്തിൽ വിജയികളായ ടീമുകൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ തെരുവ് നാടകവും ഫ്ലാഷ് മോബും ബ്രെയിൻ സയൻസ് എക്സിബിഷനും നടത്തി. സ്കൂളിലും പരിസരങ്ങളിലും കുട്ടികൾക്ക് ലഹരിമുക്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചു നൽകുന്നതിനായി മുരിയാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വേണ്ട എന്ന പ്രൊജക്ടിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്രൈസ്റ്റ് കോളേജ് NSSന്റെയും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. തെരുവുനാടകം, ഫ്ലാഷ് മോബ് എന്നിവയിലൂടെ ബോധവൽക്കരണവും ബ്രെയിൻ സയൻസ് എക്സിബിഷനും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, പഞ്ചായത്ത് അംഗം അജീഷ് കുഞ്ഞൻ, PTA പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത്, PTA വൈസ് പ്രസിഡന്റ് ധന്യ ബിജു, പ്രൊജക്ട് വേണ്ട പ്രോഗ്രാം കോർഡിനേറ്റർ മഞ്ജു ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് യൂത്ത് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സംഘത്തിന്റെ പ്രസിഡന്റായി KL ജെയ്സനെയും വൈസ് പ്രസിഡന്റായി സുധൻ കാരയിലിനെയും തെരഞ്ഞെടുത്തു. CV ഷംസുദ്ദീൻ, ജെറി പുളിക്കൽ, TV വർഗീസ്, ആൽവിൻ K വർഗീസ്, ജസ്റ്റിൻ ആറ്റുപുറം, MM മനീഷ് കുമാർ, CI അജിമോൾ, ജോളി തോമസ്, ദിവ്യ ഉണ്ണിയപ്പൻ എന്നിവരാണ് ഭരണസമിതിയിലെ മറ്റു അംഗങ്ങൾ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വടക്കേ കോടാലി 5ാം വാർഡ് ഗ്രാമസഭാ യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം റെനി ജിജീഷ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KR ഔസേപ്പ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CC ബിജു, കോർഡിനേറ്റർ ശശികല, ADS അംഗം വിനീത ഉണ്ണികൃഷ്ണൻ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗം KV സതീശൻ എന്നിവർ പ്രസംഗിച്ചു. 2026-27 വാർഷിക പദ്ധതി, വ്യക്തിഗത ഗുണഭോക്താക്കളുടെ അംഗീകാരം, വിവിധ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അംഗീകാരം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അംഗീകാരം എന്നീ അജണ്ടകൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. പടവരാട് സെന്റ് തോമസ് പള്ളിയിലെ മാർ തോമസ് ലീഹായുടെ ദുഃഖറാന തിരുനാളും ഇടവക സ്ഥാപന ഗോൾഡൻ ജൂബിലി സമാപനവും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 3 വെള്ളിയാഴ്ച രാവിലെ 6:30 ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ സെബി ചിറ്റിലപ്പള്ളി കാർമ്മികത്വം വഹിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ട്രെജിൻ തട്ടിൽ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ ഊട്ടുനിറച്ച ആശീർവാദം നടക്കും. തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് 6 ആഘോഷമായ കുർബാനയും ഉണ്ടായിരിക്കും. ഞായറാഴ്ച നടക്കുന്ന ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹബലി അർപ്പിക്കും. അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പടവരാട് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അധ്യക്ഷനാകും.
MLA-മാരായ രാജൻ ജെ പല്ലൻ, കെ രാജൻ, കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പടവരാട് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ ജോളി ചെറിയത്ത്, കൈക്കാരന്മാരായ ജോബി പെരുമ്പിള്ളി, വില്യം മേലേത്ത്, പ്രതിനിധി യോഗം സെക്രട്ടറി സിജോ ജോസ്, ഫിനാൻസ് കൺവീനർ ബെന്നി മുത്തുപീടിക എന്നിവർ പങ്കെടുത്തു. പടവരാട് സെന്റ് തോമസ് ദേവാലയത്തിലെ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന തിരുനാളും ഇടവക സ്ഥാപന ഗോൾഡൻ ജൂബിലി സമാപനവും വളരെ ആഘോഷമായിട്ട് 2026 ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച അത് ആഘോഷിക്കുകയാണ്. ഒരു വർഷമായിട്ട് ദേവാലയം ഈ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിലായിരുന്നു. പലവിധ ആത്മീയ കാര്യങ്ങളും സാമൂഹിക അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ മറ്റു പല മത്സരങ്ങളും ചേർന്നുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലി ആഘോഷം മോടി പിടിപ്പിക്കുകയായിരുന്നു. 1976 ജൂലൈ 3-ാം തീയതി പടവരാട് ഇടവകയായി തിരിഞ്ഞു. അന്ന് മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ് അതിൻ്റെ ഉദാശകർമ്മങ്ങളൊക്കെ നിർവഹിച്ചത്. അന്ന് മുതൽ നമ്മളിപ്പോൾ ഒരു 50 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ജൂലൈ 7 മുതൽ 15 വരെ ആഘോഷിക്കുന്നു. എല്ലാ ദിവസവും ഗണപതി ഹോമം, ത്രികാലമായി മൂളപൂജ, പ്രഭാത പൂജ, ഉപദേവതാ പൂജ, പുരാണ പാരായണം, താന്ത്രിക ഹോമങ്ങൾ, ഹോമ കലശാഭിഷേകം, ഉച്ചപൂജ, ഭഗവതി സേവ, സാമൂഹ്യാരാധന, പ്രഭാഷണം, സ്ഥലശുദ്ധി, അത്താഴപൂജ തുടങ്ങിയവ നടത്തും. ക്ഷേത്രാചാര്യൻ കാരുമാത്ര TS വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. 40 വയസ്സാണ് പ്രായപരിധി. ഫോൺ 0487 232 5824. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണ്ണ ഗ്രാമിന് 13,020 രൂപയും പവന് 1,04,160 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.